ജോഷി മഠിൽ മണ്ണ് ഇടിഞ്ഞു വീഴുന്നതിന്റെ ഭാഗമായി നാശനഷ്ടമുണ്ടായ കുടുംബങ്ങൾക്ക് 1.5 ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ച് ഉത്തരാഖണ്ഡ് സർക്കാർ. 723 കെട്ടിടങ്ങൾക്കാണ് വിള്ളൽ കണ്ടെത്തിയിരിക്കുന്നത്. അതേസമയം കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റാനുള്ള നീക്കത്തിനെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങി. പൊളിച്ചു മാറ്റുന്ന കെട്ടിടങ്ങളുടെ മൂല്യം കണക്കാക്കി നഷ്ടപരിഹാരം നൽകണമെന്നാണ് ആവശ്യം. ഉത്തരാഖണ്ഡിലെ ജോഷി മഠും പരിസര പ്രദേശവും ഓരോ വർഷവും 2.5 ഇഞ്ചായി താഴുന്നതായി പഠനം. ഡെറാഡൂൺ ആസ്ഥാനമായുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിംഗ് നടത്തിയ 2 വർഷത്തെ ഉപഗ്രഹ പഠനത്തിലാണ് കണ്ടെത്തൽ. കഴിഞ്ഞ വർഷങ്ങളിലായി 6.5 സെന്റിമീറ്റർ ഇടിഞ്ഞതാണ് കെട്ടിടങ്ങളിൽ വലിയ രീതിയിൽ വിള്ളലുകൾ രൂപപ്പെടാൻ കാരണം. ഇതിനെ തുടർന്ന് ജോഷി മഠിലെ കെട്ടിടങ്ങളും വീടുകളും പൊളിച്ചു നീക്കാൻ അധികൃതർ തയ്യാറായതോടെ ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. കെട്ടിടങ്ങൾ പൊളിക്കുമ്പോൾ അതിന്റെ മൂല്യം കണക്കാക്കി നഷ്ടപരിഹാരം ലഭിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. കഴിഞ്ഞ ഡിസംബർ 24 മുതലാണ് ഭൂമിയിൽ വിള്ളൽ വീണു തുടങ്ങിയത്. ഇതിനകം 500 വീടുകൾക്ക് കേടുപാടുകൾ ഉണ്ടായി. NDPCയുടെ തപോവൻ വിഷ്ണുഗഡ് താപനിലയുമായി ബന്ധപ്പെട്ട് ടണൽ നിർമ്മാണമാണ് ജോഷി മഠിനെ പ്രതിസന്ധിയിലാക്കിയതെന്നാണ് പ്രദേശവാസികൾ ആരോപിക്കുന്നത്. നഗരം മുഴുവൻ ഒഴിപ്പിക്കാനാണ് സർക്കാർ പദ്ധതി. ബുൾഡോസർ ഉപയോഗിച്ച് ഇന്ന് ആരംഭിക്കേണ്ട പൊളിക്കൽ പ്രകോപിതരായ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവെച്ചു. അതേസമയം ജോഷി മഠിൽ കൂടുതൽ പഠനത്തിന്റെ ഭാഗമായി എഞ്ചിനീയർമാരുടെ സംഘം സംഭവസ്ഥലം സന്ദർശിക്കും. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.